മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മാംഗോ ഷെയ്ക്കാണ്. ഈ ചൂടിൽ, ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലത്തെ ചൂടിൽ നമുക്ക് എന്തെല്ലാം ഫ്രൂട്ട്സുകൾ കഴിച്ചാലും അതുപോലെ ജ്യൂസ് കുടിച്ചാലും മാറാത്ത വിധത്തിലുള്ളൊരു ചൂടാണ്. അതുകൊണ്ട് എന്ത് ജ്യൂസായിക്കോട്ടെ നമുക്ക് ശരീരത്തിനും എല്ലാം നല്ലതാണ് ഇപ്പോൾ കഴിക്കുന്നത്. നമുക്കിപ്പോൾ ധാരാളമായിട്ട് കിട്ടണമല്ലേ മാങ്ങ. അതുകൊണ്ട് മാങ്ങ വെച്ചിട്ട് നമുക്ക് ജ്യൂസോ അല്ലെങ്കിൽ ഷെയ്ക്കോ ഒക്കെ അടിക്കാം. ഞാനിപ്പോൾ ഷെയ്ക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നന്നായി പഴുത്തിട്ടുള്ള 3 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചിയാ സീഡ് എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഒരു അരമണിക്കൂർ മുന്നേ. പിന്നെ ഇതുപോലെ കുറച്ച് പഞ്ചസാര എടുക്കണം. അതൊക്കെ നമ്മുടെ മധുരം വേണ്ടതിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ ഒരു കപ്പ് ഇതുപോലെ കുറച്ച് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിച്ച പാല്. ഞാൻ ഈ മാങ്ങ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ നേരം വെച്ചിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ പാലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഏകദേശം ഇപ്പോൾ 1 മണിക്കൂറോളം ഞാൻ ഇത് കട്ട് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണിത്. ചെറുതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് നന്നായി മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് പകുതി ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് അടിച്ചെടുക്കണ്ട. 3 മാങ്ങയായിരുന്നു എടുത്തത്. അത് നമുക്ക് പകുതി അടിച്ചെടുക്കണം. ആദ്യം ഒന്ന് മിക്സിയിൽ കറക്കിയെടുക്കാം. ഒന്ന് ആ പീസുകളൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കണം. അതിന് ശേഷം ഇതുപോലെയാണ് കിട്ടുക. നമുക്ക് ഇതിൽ നിന്ന് പകുതി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നീട് പാലും പകുതി ചേർക്കാം. ഇനി വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് പീസില്ലാതെ അടിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് നന്നായിട്ട് കിട്ടണം. ഒരു കഷ്ണം പോലും ഇല്ലാതെ വേണം നമുക്ക് ഈ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് അടിച്ചെടുക്കാൻ. വെള്ളമൊന്നും നമ്മളിതിൽ ചേർക്കണില്ല. പാല് മാത്രമാണ് എടുത്ത് വെച്ചത് ചേർത്തത്. നമ്മൾ രണ്ടാമത് വെച്ചതും ഇതുപോലെ ചേർത്ത് അടിച്ചെടുത്തു. പഞ്ചസാരയും പാലൊക്കെ ചേർത്ത് രണ്ടാമത്തെ പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം ഒരു ഗ്ലാസ്സിലേക്ക്. കണ്ടില്ലേ, ഇതുപോലെ വേണം നമുക്ക്. ഒരു കഷ്ണങ്ങളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം. പിന്നീട് ഒരു ഗ്ലാസ് വയ്ക്കാം. അതിലേക്ക് നമുക്ക് ചിയാ സീഡ് ആദ്യം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം. ഇതൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ ചിയാ സീഡും അതുപോലെ വേറെ നട്ട്സൊക്കെ ഞാൻ ചേർക്കേണ്ട, അതൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. അതൊക്കെ ഓപ്ഷണലാണ്. നമുക്ക് ഇതുപോലെ തന്നെ ഇത് വേണമെങ്കിലും കഴിക്കാം. ഇതിൻ്റെ മീതെയായിട്ട് ഐസ് വെച്ചിട്ട് നമുക്ക് കഴിക്കാം, ഐസ്ക്രീം. ഇതിപ്പോൾ ഞാനൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും നമ്മൾ 2 ടീസ്പൂണ് മാംഗോ ഒഴിച്ച് കൊടുത്ത ശേഷം ചിയാ സീഡ് ചേർത്തു. പിന്നെ നമ്മൾ മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ്, അരച്ചെടുത്തത്. അങ്ങനെ നമ്മൾ ആ ഗ്ലാസിൻ്റെ മുകൾ ഭാഗം വരേക്കും ചേർക്കണം. അതിൻ്റെ മീതെയായിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് പീസാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അല്ലാതെയും നമുക്കിത് കുറച്ചും കൂടിയും പാലൊഴിച്ച് ലൂസാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പക്ഷേ നമ്മൾ ഷെയ്ക്കാവുമ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യണം. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഐസും കൂടി അതിൻ്റെ മീതെ വയ്ക്കാം, ഐസ്ക്രീം. നമുക്ക് ഏത് ഫ്ലേവറിലുള്ള ഐസ്ക്രീം വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ മാംഗോ ഫ്ലേവർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് സൗകര്യം പോലെ കിട്ടുന്നതിനനുസരിച്ച് എടുത്താൽ മതി. നമ്മളതിൻ്റെ മീതെ ചിയാ സീഡ് ഒഴിച്ച് കൊടുക്കണം. 2-3 നട്ട്സ് പിന്നെയും വെച്ച് കൊടുക്കുകയാണ്. അനാറ് അതിൻ്റെ മീതെയായിട്ട് ഞാൻ ഇതൊക്കെ അലങ്കരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ രുചിയേറിയ ഷേക്ക് ഇവിടെ തയ്യാറായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഈ ചൂടിൽ എന്ത് കഴിച്ചാലും നമുക്ക് നല്ലതാണ്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ഷേക്കാണിത്. കുട്ടികളൊക്കെ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. ഇത് അടിച്ച ഉടനെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ ഐസ്ക്രീമിൻ്റെയൊക്കെ ടേസ്റ്റിൽ അത് നന്നായിട്ട് കഴിച്ചോളും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നമ്മൾ മാങ്ങ മാത്രമാണ് തണുപ്പിച്ചെടുക്കുന്നത്. കൂടുതൽ തണുപ്പിക്കേണ്ട ആവശ്യമില്ല. അത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അടിച്ച ഉടനെ നമുക്കിത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.